ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോരി ചൊരിയുന്ന മഴയാണ്. അങ്ങനെ മഴയായത് കാരണം എനിക്ക് ടെറസിലോട്ട് കയറാനോ അവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ ചെയ്യാനോ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത് വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുവാണേ. ഇതെന്ന് പറയുന്നത് എന്നോട് കുറേ ആളുകൾ കമൻ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ മറുപടി ഇന്ന് പറയുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് ജോസഫ് തദേവോസ് എന്നു പേരുള്ള ആളാണ്. ചോളം കൃഷി വീഡിയോ ഇടുവോ എന്നാണ് ചോദ്യം. നമ്മൾ ചോളം കൃഷി വീഡിയോ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം വളർന്ന് നിൽക്കുന്ന ചോളമുണ്ട്, അത് നമുക്കിനി കാണിച്ചു തരാം. അടുത്ത ദിവസം നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം ഞാനത് ചെയ്തു തരാം. അപ്പം ചോളം ഇതേപോലെയുള്ള മഴക്കാലത്ത് ചോളത്തിൻ്റെ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കിളിർത്ത് വരാൻ ബുദ്ധിമുട്ടാണ്, ചിലപ്പം ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കിളിർത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ നിവർത്തി തന്നെ നിർത്തണം, അല്ലെങ്കിൽ മഴത്തുള്ളി വീണ് വളഞ്ഞു പോയാൽ പോലും അവരെ നമുക്ക് ഫലവത്തായി വളർത്തിയെടുക്കാൻ സാധിക്കത്തില്ല. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചില്ലി ജാസ്മിൻ വീഡിയോ കണ്ടു തുടങ്ങിയിട്ടാണ് ആരതി രാജ് ഈ കൃഷി ചെയ്തു തുടങ്ങിയിരിക്കുന്നതെന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യമൊക്കെ പരാജയമായിരുന്നു, വീണ്ടും വീണ്ടും ചെയ്തപ്പോൾ സക്സസ് ആയി വരുന്നു. പയറ്, പാവൽ, മുളക്, കോവൽ, വെണ്ട എന്നിവ വിളവെടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന, നമുക്കറിയാമെങ്കിലും നമ്മളിങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് നട്ടിട്ട് കിളുത്ത് വന്നില്ല, കിളുത്ത് വന്നിട്ട് പെട്ടെന്ന് വളരുന്നില്ല, പൂവുണ്ടായിട്ട് പൊഴിഞ്ഞു പോകുന്നു, ഇങ്ങനെയുള്ളതെല്ലാം. ഇതെല്ലാം നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ കൃഷി എന്ന് പറയുന്നത് നമ്മളെ ഒരു ക്ഷമ പഠിപ്പിക്കുന്നതും കൂടിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ പച്ചമുളക് ഉണ്ടായിക്കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ പൂക്കളൊക്കെ മഞ്ഞ നിറത്തിൽ വന്ന് പൊഴിഞ്ഞു പോകുന്നു. അതൊക്കെ ആദ്യത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആദ്യം ഉണ്ടായ ഒരു 5 or 6 മുളകൊക്കെ പൊഴിഞ്ഞു പോയാലും വീണ്ടും വരുന്നവ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ചെടിയുടെ ഒരു വളർച്ചാ ഘട്ടമായിരിക്കും അത്. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതൊന്നും പേടിക്കാനില്ല, ഉണ്ടായിക്കോളും. പിന്നെ നമ്മൾ കൃത്യമായി വളം കൊടുക്കണം. വെള്ളമില്ലാത്ത, മഴയില്ലാത്ത ഒക്കെ സമയമാണെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ അവർ ശരിയായ രീതിയിൽ വന്നോളും. പിന്നെ കീടനിയന്ത്രണമുണ്ട്. പച്ചമുളകിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിന് കുരുടിപ്പാണ് ഏറ്റവും നമ്മളെ തളർത്തുന്ന ഒരു രോഗം എന്ന് പറയുന്നത്. ആ കുരുടിപ്പ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ വളം കൊടുക്കുന്നതിനെക്കുറിച്ചും പരിചരണത്തിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മിക്കവാറുമുള്ള എന്ത് കാര്യങ്ങൾ അറിയാനും ആണെങ്കിൽ നമ്മുടെ ചില്ലി ജാസ്മിൻ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മിക്കവാറുമുള്ള കാര്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കിട്ടും. തങ്കമണി എന്ന ആൾ ചോദിച്ചിരിക്കുന്നതാണ്, കരിവേപ്പിൻ്റെ ഇലകൾ കൊഴിഞ്ഞുപോയി, ഒന്നുമില്ല, അതിൽ ഇലകൾ വരാൻ എന്ത് വേണം? ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് ചട്ടികളിൽ നമ്മൾ മണ്ണ് നിറച്ച് വെച്ചിരുന്നാൽ, നല്ലതുപോലെ മണൽ അല്ലെങ്കിൽ അതുപോലെ നീർവാർച്ച സൗകര്യം അതിനകത്ത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല മണ്ണാണെങ്കിൽ പോലും കുറച്ചു നേരം വെള്ളം നിന്നിട്ടേ വാർന്നു പോകത്തുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ കറിവേപ്പിൻ്റെ വേരുകൾക്ക് അഴുകൽ തുടങ്ങാൻ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ കീടങ്ങളുടെ ശല്യം വന്നാലും വേല ഒന്നുപോലും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കീടങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഏതിനം കീടമാണോ അതിന് അനുയോജ്യമായ കീടനാശിനികൾ, നമ്മളിപ്പോൾ കറിവേപ്പും മുളകും ഒക്കെ നട്ടു വളർത്തുമ്പോൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ജൈവ കീടനാശിനികളാണ്. ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചാൽ രാസ കീടനാശിനികളെ പോലെ പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടത്തില്ല. ഒരു ദിവസം ഇപ്പം ബിവേറിയ ആണെങ്കിലും സ്യൂഡോമോണസ് ആണെങ്കിലും ഒക്കെ ഒരു 3-4 ദിവസം നമ്മൾ അടുപ്പിച്ച് സ്പ്രേ ചെയ്യുക. അപ്പോൾ അത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉള്ള അവസരത്തിൽ നമ്മൾ ചെയ്താൽ മതി. 3-4 ദിവസങ്ങളിൽ അടുപ്പിച്ചാണ് ചെയ്യേണ്ടത്. ഇന്ന് ചെയ്യുക, നാളെ ചെയ്യുക, നാളെ കഴിഞ്ഞ് ചെയ്യുക. അങ്ങനെ ഒരാഴ്ച കാലം കൊണ്ട് നമുക്കതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് നിർബന്ധമായി നമ്മൾ സ്യൂഡോമോണാസ് അതുപോലെ തന്നെ ബിവേറിയ ഒക്കെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. നിർമ്മ എസ് നായർ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, മഴയത്ത് എങ്ങനെ ടെറസിൽ ഇത്രയും ഭാരം കൂടുമ്പോൾ വീടിനുള്ളിൽ ലീക്കേജ് ഉണ്ടോ? ഇതെന്നോട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഈ ടെറസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ, വീടുണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഈ ടെറസിലെ കൃഷി ചെയ്യണം എന്ന് എൻജിനീയറോട് പറഞ്ഞ് അതിനനുസരിച്ചാണ് നമ്മളിവിടെ ബേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതിന് പ്രത്യേക രീതിയിലാണ് നമ്മളെ ടെറസിനെ വാർത്തെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ സ്ലോപ്പ് കൊടുത്താണ്, അതുപോലെ കൂടുതൽ കോൺക്രീറ്റും അതുപോലെ കമ്പികളും ചേർത്തിട്ടാണ് വാർത്തിരിക്കുന്നത്.
ഇതുവരെ കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇത് കൂടാതെ നല്ല വെയിലും ഒക്കെ വരുന്ന അവസരങ്ങളിൽ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വെള്ളം പിടിക്കാതിരിക്കാനുള്ള ഒരു കോട്ടിങ്ങും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇതുവരെ അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നമ്മൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണ്. പിന്നെ പല ആൾക്കാരും പറയാറുണ്ട് 10-30 വർഷമായിട്ട് അവർ സ്ഥിരമായി ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്, ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പ്രത്യേക രീതിയിൽ നമ്മളിങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലൊന്നുമല്ല ഈ 30 വർഷം മുന്നേ നമ്മൾ ടെറസ് ഉണ്ടാക്കിയപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്ഥിരമായി കൃഷി ചെയ്യുന്ന 10-17 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നു, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എനിക്ക് ഏതായാലും ദൈവാധീനം കൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കരുതൽ കൊണ്ടും എൻ്റെ ടെറസിന് ഇതുവരെ ഇത്തരത്തിലുള്ള ലീക്കേജോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ശ്രീലക്ഷ്മി ചോദിച്ചിരിക്കുന്ന മറ്റൊന്നാണ്, മണ്ണിൽ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യണ്ടായോ എന്നാണ്. അത് നമ്മൾ പറമ്പിലെ കൃഷി കാണിച്ചപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ണിൽ വേണ്ടി ഇപ്പം നമ്മൾ സാധാരണ ഗ്രോ ബാഗുകളിൽ മണ്ണ് നിറയ്ക്കുന്ന അവസരങ്ങളിൽ നമ്മൾ കുമ്മായമിട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്ത് വെച്ച് ഒരു 15 ദിവസത്തിന് ശേഷമാണ് അതിനകത്തേക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജൈവ വളങ്ങളോ ചേർത്ത് മിക്സ് ചെയ്ത് മണ്ണ് നിറച്ച് അതിനകത്ത് ചെടികളെ നട്ടുപിടിപ്പിക്കുന്നത്. നമ്മൾ ഈ പറമ്പിലാണെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇടയ്ക്കൊക്കെ ഈ മഴയൊക്കെ തുടങ്ങുന്ന അവസരത്തിൽ കുമ്മായം വാരി വാരി മണ്ണിലേക്ക് അവിടെ ഇവിടെയൊക്കെ ഇടും. അത് അതേപോലെ തന്നെ മണ്ണിലേക്ക് വാരി ഇടുന്ന ഒരു വീഡിയോ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അത് കാണാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പം എൻ്റെ വീഡിയോ, ഞാൻ ചില്ലി ജാസ്മിൻ വീഡിയോ ചെയ്യുമ്പം അതൊരിക്കലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കത്തക്ക രീതിയിലോ തെറ്റായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഞാൻ അതിനകത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ മുഴുവനും കാണുന്നത് പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും ഉപകാരപ്പെടും. വിനോദ് എന്ന് പറയുന്ന ആൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, മീലിമൂട്ട തന്നെയാണോ വെള്ളീച്ച? മീലിമൂട്ടകളും വെള്ളീച്ചകളും വ്യത്യസ്തമാണ്. വെള്ളീച്ചകൾ വെളുത്ത നിറത്തിലുള്ള ചെറിയ ഈച്ചകൾ പോലെയുള്ളവ തന്നെയാണ്. നമ്മൾ ഇലകളിൽ ഇങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ പറന്നു പോകുന്നതായിട്ട് കാണാം, വെളുത്ത നിറത്തിലുള്ളവ. അതേസമയം മീലിമൂട്ട അങ്ങനെയല്ല, പറ്റി പിടിച്ചിരിക്കും. അത് ചെടികളുടെ അഗ്രഭാഗങ്ങളിലൊക്കെയാണ് സാധാരണ കാണുന്നത്. വെണ്ട ചെടികളിലൊക്കെ സാധാരണയായിട്ട് കാണാറുണ്ട്. വെളുത്ത നിറത്തിൽ ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കും. അത്ര വേഗത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങത്തില്ല. അത്തരത്തിലുള്ളവരാണ് മീലിമൂട്ട എന്ന് പറയുന്നത്. മീലിമൂട്ടയ്ക്കായാലും വെള്ളീച്ചയ്ക്കായാലും ഒക്കെ വളരെ ഫലപ്രദമാണ് നമ്മുടെ ബിവേറിയ. നമ്മുടെ ബിവേറിയ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പലതവണ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും ലളിതമായ രൂപം എന്ന് പറയുന്നത് 20 ഗ്രാം ബിവേറിയ വെള്ളത്തിനകത്തിട്ട് കലക്കി 1 ലിറ്ററാക്കി മാറ്റി ചെടിയുടെ ഇലകളിലും തണ്ടുകളിലും എല്ലാം സ്പ്രേ ചെയ്തു കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമായ മാർഗമാണ്. അതുപോലെ നിത എന്ന ആൾ തന്നിരിക്കുന്ന ഒരു കമൻ്റാണ്, അബിയു പ്ലാന്റിൻ്റെ ഇലയിൽ മഞ്ഞ നിറം. സാധാരണ ചെടികളുടെ ഇലകളിൽ മഞ്ഞ നിറം കണ്ടാൽ അത് നൈട്രജനിൻ്റെ കുറവാണ് ഏറ്റവും കൂടുതൽ. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടും ഇതുപോലെ ഇലകളിൽ മഞ്ഞ നിറം വരാറുണ്ട്. ഇപ്പം മഗ്നീഷ്യത്തിൻ്റെ കുറവാണെങ്കിൽ നമ്മൾ എപ്സം സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1 ടീസ്പൂൺ വരെ വെള്ളത്തിനകത്ത് കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്താൽ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന മഞ്ഞളിപ്പ് നല്ലൊരു പരിധി വരെ പരിഹരിക്കാം. പിന്നെ എന്തെങ്കിലും നല്ല ജൈവ വളം കൊടുത്താൽ തന്നെ ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഒക്കെ കൊടുക്കുന്നത് വഴി, കോഴിവളമോ ഒക്കെ കൊടുക്കുന്നത് വഴി നമുക്ക് നൈട്രജനിൻ്റെ കുറവും പരിഹരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇപ്പം നൈട്രജൻ്റെ ആദ്യം നമുക്ക് നൈട്രജൻ അടങ്ങിയ വളം കുറേശ്ശേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇപ്പം നൈട്രജൻ വേണ്ടതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കൂടുതൽ വാരിയിടരുത്. ചെടിയുടെ തണ്ടിൽ നിന്നും വേരുകളിൽ നിന്നും കുറച്ച് മാറി മണ്ണിളക്കി അവിടെ വളവിട്ട് വെട്ടി മൂടുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്നാലും ഇതേപോലെ ചെടികൾക്ക് മഞ്ഞളിപ്പ് കാണിക്കുകയും ഇലകളെല്ലാം കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ആദ്യം തന്നെ ചുവട്ടിൽ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ അത് മാറാനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ലീന ജേക്കബ് ചോദിച്ചിരിക്കുന്ന മറ്റൊരു കമൻ്റാണ്, കാന്താരിമുളകിൻ്റെ ചെടിയിൽ മീലിബഗ് പ്രോബ്ലം ഉണ്ടാകുന്നു. നീമോയിൽ മിക്സ്ചർ ട്രൈ ചെയ്തു, ബിവേറിയം ട്രൈ ചെയ്തു, എന്നിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പരാതി. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാന്താരിമുളകിൻ്റെ മുളക് ചെടികളിലും അതുപോലെ വെണ്ടയുടെ ചെടികളിലും ഒക്കെ മീലിമൂട്ടയുടെ ശല്യം കാണാറുണ്ട്. അതിന് വേപ്പെണ്ണ സോപ്പ് മിശ്രിതം കൊടുത്താൽ മതി, മാറാറുണ്ട്. പിന്നെ അതും പറ്റിയില്ല നമ്മൾ ബിവേറിയ ചെയ്യാറുണ്ട്. ഈ ബിവേറിയ എന്ന് പറയുന്നത് ഒരു ജൈവ കീടനാശിനിയാണ്. അപ്പോൾ ജൈവ കീടനാശിനികളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒഴിച്ചാൽ ഉടനെ അതേലെ കീടം പെട്ടെന്ന് പോകുകയല്ല ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബിവേറിയ ഇന്നും ചെയ്യുക, നാളെയും ചെയ്യുക, നാളെ കഴിഞ്ഞും ചെയ്യുക. അങ്ങനെ ഒരു 3-4 ദിവസം ചെയ്യുമ്പോഴത്തേക്കിന് ഈ ആക്രമണം നിയന്ത്രണ വിധേയമാകും. ചിലപ്പോഴാണെങ്കിൽ ഒന്നും തന്നെ ഇല്ലാതാകും. പിന്നെ നമ്മളിത് വരാതിരിക്കാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ രാസകീടനാശിനികൾ ചെയ്യുന്നത് പോലെ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ ബിവേറിയ ഒന്നും ഫലപ്രദമാകത്തില്ല. ഫ്യൂച്ചർ ബാങ്കർ എന്നാണ് ഇവിടെ പേര് കാണുന്നത്. പറഞ്ഞിരിക്കുന്ന കമൻറ്റ് ഞാൻ പറഞ്ഞു തരാം. പച്ചമുളകിൻ്റെ പൂവ് യെല്ലോ കളറിലായി കൊഴിഞ്ഞു പോകുന്നു. ഒരു പൂവ് പോലും കായ പിടിക്കുന്നില്ല. പോളിനേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പച്ചമുളകിന് ആദ്യത്തിൽ ഉണ്ടാകുന്ന 3-4 അല്ലെങ്കിൽ ഒരു 10 പൂക്കൾ വരെ ഒക്കെ ഇതേപോലെ മഞ്ഞ നിറത്തിലൊക്കെ ആയി കൊഴിഞ്ഞു പോകാറുണ്ട്. പിന്നെ ചെടിക്ക് വളം കുറഞ്ഞാലും വെള്ളം കുറഞ്ഞാലും എന്ത് തരത്തിലുള്ള സ്ട്രെസ് വന്നാലും, ഇപ്പം ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടന്നാലും അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടിയാലും ഹ്യൂമിഡിറ്റി കൂടിയാലും ഒക്കെ പെട്ടെന്ന് മുളകിനെ ബാധിക്കുന്നതാണ്. മുളകിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകും. ഇപ്പം പോളിനേഷൻ മാത്രമല്ല പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള കാരണം, കാലാവസ്ഥയുടെ വ്യത്യാസവും സാഹചര്യത്തിൻ്റെ വ്യത്യാസവും ഒക്കെ അതിനെ ബാധിക്കുന്നതാണ്. പിന്നെ സാധാരണയായിട്ട് ഒരു 10 പൂക്കൾ വരെയൊക്കെ കൊഴിഞ്ഞു പോയാലും ഒന്നും പേടിക്കാനില്ല. പിന്നെ വരുന്ന പൂക്കൾ പിടിച്ചോളും. നമ്മൾ കൃത്യമായി ആഴ്ചയിൽ ഒരു പ്രാവശ്യം വളവും മഴ പെയ്യാത്ത സമയങ്ങളിലാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം കൊടുക്കുകയും ചെയ്താൽ മതി, ശരിയായിക്കോളും. പിന്നെ വെള്ളീച്ചകളോ അങ്ങനെ എന്തെങ്കിലും ശല്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാൽ നമുക്കവരെ നിയന്ത്രിച്ചെടുക്കാം. ഇതിനകത്ത് കാണുന്ന പേരാണ് ഞാൻ പറയുന്നത്. എത്ര 174 എന്നാണ്. ഇപ്പം നമുക്കിങ്ങനെ കമൻ്റ് ഇടുന്ന അവസരത്തിൽ ഞാൻ ഇതുപോലെ പേര് വായിച്ച് പറയുന്നതാണ്. പേര് ചേർത്ത് കമൻ്റ് തരുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞു തന്നിട്ടുണ്ട്, പേരുകൾ കൃത്യമായി എഴുതിയിരിക്കുന്ന കമൻറ്റുകളായിരിക്കും ഞാൻ വായിക്കുന്നത്. ഈ കമൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗാർഡനിലുള്ള വലിയ ഒരു പന്തലാണ്. ഇപ്പം അവർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പന്തലാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ചെടികൾ പടരാനായിട്ട് പന്തലിട്ട് കൊടുക്കുമല്ലോ, ഒരു പന്തലാണുള്ളത്. അതിനകത്ത് പലതരത്തിലുള്ള ചെടികൾ വളർത്താമോ എന്നാണ് എന്നോട് പല ആളുകളും കമൻറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. പാവൽ വളർത്തുന്ന പന്തലിനകത്ത് പടവലം വളർത്താവോ, പാവലിൻ്റേതുപോലത്തെ കയ്പ് പടവലത്തിന് വരത്തില്ലേ എന്നൊക്കെ. നിങ്ങൾ എൻ്റെ കൃഷി, നമ്മൾ ടെറസിൽ ചെയ്യുന്ന കൃഷി കണ്ടിട്ടുള്ളവർ, വിളവെടുപ്പ് കാണുകയും വളർത്തുന്നത് കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഞാൻ എൻ്റെ ഒരു പന്തലിൽ തന്നെയാണ് നിത്യവഴുതനയും പയറും പാവലും കോവലും എല്ലാം വളർത്തിയിരിക്കുന്നത്. അവർക്കുള്ള ടേസ്റ്റ് എന്താണോ അത് മാത്രമാണുള്ളത്. അല്ലാതെ പാവൽ വളർത്തിയ പന്തലിൽ കോവൽ വളർത്തിയപ്പോൾ കോവയ്ക്കയ്ക്ക് ഒരിക്കലും എനിക്ക് കയ്പ് തോന്നിയിട്ടില്ല, പടവലത്തിന് കയ്പ് തോന്നിയിട്ടില്ല. അവർക്ക് പടരാൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അല്ലാതെ ഓരോരുത്തർക്കും പ്രത്യേകം പന്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിൽ വളർത്തിയെടുക്കുന്നതാണ്. ഇത് ഈ എത്ര എന്ന് പേരുള്ള ആൾ കൂടാതെ പലപ്പോഴും എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പോഴും നമുക്ക് അവിടെ നിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ക്രൗഡഡ് ആകുക. ഇപ്പോൾ കണ്ടമാനം പന്തലേ കയറി അങ്ങ് ഒന്നിന് മേലെ ഒന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വളർത്തുന്ന ചെടികളുണ്ടെങ്കിൽ അവർക്ക് വെയിൽ കിട്ടുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. സൂര്യപ്രകാശം കുറഞ്ഞു പോകുമ്പോൾ ഇപ്പം മുളകൊക്കെ ആണെങ്കിൽ കണ്ടമാനം സൂര്യപ്രകാശം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചെടികൾക്ക് വളർച്ച കുറയും, വിളവ് കുറയും. അതല്ലാതെ മറ്റൊരു പ്രശ്നം ചെടികൾ തിങ്ങി വളരുന്നത് കൊണ്ട്, പന്തലിൽ വളരുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കമൻറ്റുകൾക്ക് ആൻസറുകളാണ് തന്നിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ എല്ലാ ആഴ്ചയിലെയും ഒരു ദിവസം ഇതേപോലെ കമൻറ്റുകൾക്ക് ഉത്തരം പറയും. അപ്പോൾ കമൻറ്റുകൾ ഇടുന്നവർ അല്ലെങ്കിൽ റിപ്ലൈ കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നവർ അവരുടെ പേര് കറക്റ്റായിട്ട് ഇതിനകത്ത് എഴുതിയിട്ട് കമൻറ്റ് ഇടുവാണെങ്കിൽ എനിക്ക് ഒത്തിരി ഉപകാരമായിരുന്നേ. നിങ്ങളുടെ കുറേ സംശയങ്ങൾ, ഇപ്പോൾ ചോദിച്ചവരുടേത് മാത്രമല്ല, ചോദിക്കാതിരിക്കുന്ന പലർക്കും ഇതേ സംശയങ്ങൾ ഉണ്ടായിരുന്നവരായിരിക്കും. അപ്പോൾ അവർക്കും കൂടെ അവരുടെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടാൻ സഹായമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. റിപ്ലൈ കിട്ടാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഇതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് കൃത്യമായി അതിന് ഉത്തരങ്ങൾ തരുന്നതാണ്. ഇതേപോലെ ഓരോരുത്തർക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.